ഞങ്ങൾക്ക് കോയമ്പത്തൂർ തിരുപ്പൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും അമ്മയും അച്ഛനും ഇളയ ചേച്ചിയും അനിയനും ഒക്കെ അച്ഛൻ്റെ കൂടെ പോയി. ഞങ്ങളിപ്പോൾ കാലടി എത്തി. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്ക് കുറച്ച് കഴിയുമ്പോൾ മാറുമോ അറിയാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ കാലടിയിൽ തന്നെയുള്ള ശ്രീനന്ദനം എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്കൊക്കെ ക്ലിയറായി. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ എത്തി. 2 തുരങ്കമുണ്ട്. അതിൽ ഒരു തുരങ്കം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണെന്നാണ് തോന്നുന്നത്. ഈ തുരങ്കം വന്നതോടുകൂടി സാധാരണ ഉണ്ടായിരുന്ന ബ്ലോക്കൊക്കെ ഒഴിവായി കിട്ടി. ഇന്ധനം സമയമൊക്കെ ലാഭമായി. യാത്രക്കാർക്ക് ഒത്തിരി പ്രയോജനമായി. പാളയാർ കോയമ്പത്തൂർ റൂട്ടിൽ യഥേഷ്ടം സ്ഥലങ്ങൾ വിജനമായി കിടക്കുന്നുണ്ട്. ഇവിടെ വീടും ബിൽഡിങ്ങും ഒക്കെ വളരെ കുറവാണ്. ഞങ്ങൾ സ്നാക്സ് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ചിപ്സൊക്കെ അരിയാൻ വേണ്ടിയിട്ടുള്ള മെഷീനൊക്കെ നേരിട്ട് കണ്ട് നോക്കാൻ വന്നതാണ്. ഇത് കപ്പ അരിയുന്ന മെഷീനാണ്. ഒരു മെഷീനിൽ തന്നെ നമുക്ക് 3 രീതിയിൽ അരിയാം: സ്റ്റിക്ക്, റൗണ്ട്, ഓവൽ. ഇത് ഏത്തക്കായും ഏത്തപ്പഴവും അരിയുന്ന മെഷീനാണ്. ഇതെല്ലാം ഞങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ട് ക്വാളിറ്റിയും സർവീസൊക്കെ നേരിട്ട് അറിയാൻ വന്നതാണ്. ഞങ്ങൾ രാത്രി കോയമ്പത്തൂർ ടൗണിൽ തട്ടുകടയിൽ കയറി ഫുഡ് കഴിച്ചു. അർജുന് പൊറോട്ട വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഞങ്ങൾ പൊറോട്ട കഴിച്ചു. അർജുനും പൊറോട്ട വാങ്ങിച്ചു കൊടുത്തു. അമ്മ ദോശ കഴിച്ചു. അച്ഛന് ഇഡ്ഡലിയും കഴിച്ചു. പിറ്റേ ദിവസം തിരുപ്പൂർ പോകുന്ന വഴിക്കൊരു കട കണ്ടു. അവിടെ കയറി ഞങ്ങൾക്ക് വീട്ടിലിടാനുള്ള 2-3 ഡ്രസ്സ് വാങ്ങിച്ചു. ഇവിടെ വളരെ വില കുറവാണ്. ഇന്ത്യയിലെ തന്നെ ബനിയൻ കമ്പനികളുടെ ഹബ്ബാണ് തിരുപ്പൂർ. ഇവിടെയുള്ള മിക്ക വസ്ത്രങ്ങളും എക്സ്പോർട്ടിംഗ് ആണ്. എക്സ്പോർട്ടിങ്ങിൽ വരുന്ന ചെറിയ റിജക്ഷൻ പീസുകളൊക്കെ ഇവിടെ നല്ല ചീപ്പായിട്ട് കിട്ടും. ഒരെണ്ണം 140, 45, ഇത് 120, ഇത് 120, ഇത് 90, 120, 110, ടോട്ടൽ 975. അത് കഴിഞ്ഞ് റോഡ് സൈഡിൽ പനന്നുങ്ക് വിൽക്കണ കണ്ടു. അതും ഒന്ന് വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. പല്ലടം മാർക്കറ്റിലാണ്. ഇവിടുത്തെ വിലയൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വന്നതാണ്. ഇവിടെ മാമ്പഴങ്ങൾക്കൊക്കെ 80 രൂപ 60 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്രഷാണ്. ഞങ്ങൾ വണ്ടിയിലിരുന്ന് പോണ വഴി തന്നെ ഇതിൽ പകുതി മുക്കാലും കഴിച്ച് തീർത്തു. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് തിരിഞ്ഞ് കഴിയുമ്പോഴാണ് പടക്കം പൊട്ടുന്നത് കേട്ടെ. ഈ ചെണ്ട കൊട്ടണ ചേട്ടന്മാരുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പാലക്കാടാണെന്നാണ് പറഞ്ഞേ. ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. കല്യാണമൊന്നുമല്ല, എന്താണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവായതുകൊണ്ട് അമ്മ പറഞ്ഞു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളാൻ. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സേലം വാളയാർ ഹൈവേ ആണ്. 2 മണിയായപ്പോഴത്തേക്കും പാലക്കാട് എത്തി. പാലക്കാട് ലുലുമാളിൻ്റെ അടുത്തുള്ള NMR ഹോട്ടലിൽ കയറി അവരുടെ തന്നെ ബ്രാൻഡ് നെയിമായ NMR ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. ഇവരുടെ ടൗണിലെ കടയിലെ സ്ഥിരം കസ്റ്റമറായിരുന്നു എൻ്റെ അച്ഛൻ പണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ച് തുടരുകയാണ്. വണ്ടി ഓടിക്കുന്ന കാര്യം അമ്മ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അച്ഛൻ പോയി കടന്നു. ചേച്ചിയും അർജുനുമൊക്കെ അതിനു മുമ്പേ ഉറക്കം തുടങ്ങി.